ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം ഇവിടെ എല്ലാവർക്കും പനിയാണ്, കുഞ്ഞുങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പനിയാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സൗണ്ട് കറക്റ്റ് അല്ലാത്തതായത് കൊണ്ടാണ് വീഡിയോ വോയിസ് ഓവർ കൊടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്നാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോസൊന്നും ഇല്ലാണ്ടിരുന്നത്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ അന്വേഷിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. കമൻസിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. പനിയായിരുന്നു എല്ലാവർക്കും, ഇപ്പോൾ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കുറേ നാളായില്ല ലോങ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്നങ്ങനെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പനിയൊക്കെ തുടങ്ങുന്നതിന് മുന്നുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചോളൂ. എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അലങ്കോലമായി കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലെ കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് പിന്നെ ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു നല്ല വെയിലാണ്, ഇപ്പോൾ നല്ല വെയിലാണല്ലോ പൊതുവെ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നല്ല വെയിലായിരുന്നു. അപ്പോൾ അന്ന് ഡീപ്പ് ക്ലീൻ പോലെയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കിച്ചണിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും ബാക്കി വന്ന ദോശമാവും എല്ലാവരും ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി എടുത്ത് വെക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ മുട്ടത്തോടും സബോളത്തോണ്ട് ഉള്ളിത്തോണ്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ചെടിക്ക് ഇടാനായിട്ടൊരു വളം പോലത്തെ സാധനം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളത് ഞാനങ്ങനെ ശേഖരിച്ച് വെക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മുട്ടത്തോടുണ്ടായിരുന്നത് ഒക്കെ അതിനകത്ത് ഇട്ട് ഞാനതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു. ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് തലയണ കവറൊക്കെ മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ മൊത്തത്തിലൊന്നൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മുകളിലൊക്കെ ഒന്നേ ഫാനുമ്പോഴും എനിക്ക് കയ്യെത്തില്ല. അതുകൊണ്ട് ഞാൻ ബെഡിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ തട്ടണത്. കാരണം എനിക്ക് കയ്യെത്തില്ല. നമുക്ക് പൊക്കം ഭയങ്കര കൂടുതലായതുകൊണ്ട് എനിക്ക് ഒട്ടും കയ്യെത്തില്ല. അപ്പോൾ AC തുടയ്ക്കാൻ എനിക്ക് എത്തണില്ല. അങ്ങനെയൊക്കെ ഞാൻ ഏന്തി വലിഞ്ഞൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ ജനലയും കബോർഡും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് തുടയ്ക്കണതെന്ന് പറയാനായിട്ട് നമ്മളെപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിടണം കേട്ടോ. വിൻഡോസൊക്കെ തുറന്നിട്ടിട്ട് ഫ്രഷ് എയറൊക്കെ ഉള്ളിലേക്ക് വരുന്നതാണ് ഒരു പ്രത്യേക ഒരു സുഖം. ഇപ്പോൾ പാമ്പിനെയും ഇതിനെയൊക്കെ പേടിച്ച് അങ്ങനെ ആരും തുറന്നൊന്നും ഇടാറില്ല. പക്ഷേ അത് തുറന്നിടുമ്പോൾ രാവിലെ തന്നെ ആ കയറി വരുന്ന ഫ്രഷ് എയർ നല്ലതാണെന്ന് എല്ലാവരും പറയാം. അലർജി ഉള്ളവരും മറ്റു പല കാരണങ്ങളും ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞേക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ 3 പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരുങ്ങാറ്. എനിക്കങ്ങനെ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഈ 3 സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഒന്നാമത്തെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ, അത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അത് അഫോർഡബിളുമാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ കമൻറ്റിൽ ആരോട് ചോദിച്ചു മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പോൺസാണ്. ഞാൻ കുറേ നാളായി അത് എല്ലാ ഷോപ്പിലും മേടിക്കാൻ കിട്ടും. പിന്നെ ആ ഫേസ് സ്കാനിൻ്റെ 3-in-1 ഫൗണ്ടേഷൻ, അതും ഞാൻ കുറേ നാളായി ഉപയോഗിക്കുന്നത്. അതൊരു ബെസ്റ്റ് സാധനമാണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ എന്നാൽ ഇട്ടിട്ടുണ്ട്, അന്ന് ഇട്ടിട്ടില്ല അങ്ങനത്തെ രീതിയിൽ അതിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഓവറല്ല എന്നാൽ കുറവല്ലാത്ത രീതിയിൽ അത് ശരിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ പൊതുവെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ഒരുങ്ങി അങ്ങോട്ട് പോകാം. നമ്മുടെ ബാഗിൽ എപ്പോഴും ഈ സാധനം ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് പോണ വഴിക്ക് വണ്ടിയിൽ ഇരുന്നിട്ടായാലും ബസ്സിൽ ഇരുന്നിട്ടായാലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെയിലിൻ്റെ സമയത്ത് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. 4 സെറ്റ് ഞാൻ വാങ്ങിച്ചു. ഇതുപോലെ തന്നെ പല മോഡലുകൾ. വെറും 170 രൂപയായുള്ളൂ. പക്ഷേ ഇത് അലക്കി കഴിഞ്ഞപ്പോൾ തളുകളൊന്ന് പോയി, അത്രേ ഉള്ളൂ. വേറൊരു പ്രശ്നം അതിനില്ല. കളറ് പോവേ ഒന്നും ചെയ്തില്ല. വരുമ്പോൾ ഉള്ള കട്ടി കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് വിരിച്ച് കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടില്ലേ, നല്ല ഹൈടെക് റൂം പോലെ ആയില്ലേ. അപ്പോൾ സെയിലിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. വേണ്ടവർ പറയുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് തുടച്ച് ശരിയാക്കി എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ പൊടി എപ്പോഴും വരും. കാരണം പൗഡറൊക്കെ പിള്ളേരെടുത്ത് ഇങ്ങനെ പഫിലിങ്ങനെ പൊത്തിയിടണത് കണ്ട് പൗഡറിൻ്റെ ഇതൊക്കെ നല്ലപോലെ ഇങ്ങനെ തെറിക്കുമല്ലോ പൊടി. അപ്പോൾ എപ്പോഴും ഡ്രസ്സിങ് ടേബിൾ അലങ്കോലമായിട്ട് ഇടും അവർ. അത് കൺമഷി അതൊക്കെ അവിടെ തേച്ച് വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ക്ലീനാക്കി സെറ്റാക്കി ഡ്രസ്സിങ് ടേബിളൊക്കെ മാറ്റി തുടച്ച്
റൂം ഞാൻ സെറ്റാക്കി എടുത്തു. തന്നെ അവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ പുറത്തു കൊണ്ടു വെച്ചു കേട്ടോ. ഈ അലർജി അങ്ങനത്തെ അസുഖങ്ങൾ, തുമ്മൽ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഞാൻ റൂമിൽ വെക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇനി എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര തുമ്മൽ വരെ, ശ്വാസം കിട്ടാതെ വരെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. മണി പ്ലാന്റ് വെക്കുമ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനെ വരണേ. ഞാൻ അതിൻ്റെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം ഞാൻ സ്നേക്ക് പ്ലാന്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അത് വെക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. മണി പ്ലാന്റ് എനിക്ക് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് വെച്ചിട്ട് എനിക്ക് എന്തോ പ്രശ്നം. വേറെ ആരും ഇതുവരെ വീഡിയോസിലൊന്നും പറയണത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു തോന്നലായിരിക്കാം. അപ്പം ഞാൻ അതൊക്കെ പുറത്താദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ TV യൂണിറ്റ് അവിടെയൊക്കെ തുടച്ചെടുത്തു. ബെഡ്ഷീറ്റല്ല, സോഫയുടെ വിരിയൊക്കെ മാറ്റി അതൊക്കെ അവിടെയൊക്കെ അടിച്ചടിച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രൂപക്കൂടൊന്നും ഇപ്പോൾ ക്ലീൻ ചെയ്യണില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അതേ സ്റ്റഡിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്തോരം ക്ലീൻ ചെയ്താലും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ടീമുകാർ വന്നിട്ട് പെൻസിൽ ചെത്തിയതൊക്കെ അവിടെ കോളാക്കിയിട്ടുണ്ട് പോകും. പിന്നെ നമ്മൾ എപ്പോഴും അടിക്കുമ്പോൾ പിന്നെ ആ ഒരു ഏരിയ ഒഴിച്ചിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡൈനിങ് ടേബിളുമ്പോൾ മോളുടെ കരാട്ടയുടെ യൂണിഫോം ഇരിക്കണം. അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് ഇടാന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, നല്ല ദാഹമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. പിന്നെ ഈ ജനലയും തുറന്നിട്ടിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. താഴെ നോക്കിയ പൊടി വരുന്ന വരവ് നോക്കി. എല്ലാ ദിവസവും അടിച്ചു തുടങ്ങുന്ന സ്ഥലം, പക്ഷെ വരുന്ന വരവ് കണ്ട പൊടി എവിടെയൊക്കെയാണ് പൊടി ഇരിക്കണേന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ ഇലകളൊക്കെ വാടി കൊളായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചു കുറച്ച് കാട്ടിക്കളയുണ്ട്. പറിക്കാൻ പറ്റാത്തത് പിന്നെ ഞാൻ കത്രിക എടുത്തിട്ട് വന്നിട്ട് വെട്ടി കളഞ്ഞത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് അതിൽ നിൽക്കണ്ടല്ലോ, അത് കളഞ്ഞില്ലല്ലോ ചേച്ചി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത് പറിച്ച് കളഞ്ഞു. ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്ന് മാത്രം വീഡിയോയിൽ. പിന്നെ ഞാൻ ജനലയും ആ വാതിലിൻ്റെ അവിടെയൊക്കെ അങ്ങനെ വലിയ ചുക്കളിന്നൊന്നും പറയാനില്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ അടിച്ചു വാരി എടുക്കണുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇതൊക്കെ അടിച്ചു വാരി എടുത്തിട്ട് ഇനി സിറ്റ് ഔട്ടിലേക്ക് കിടക്കാൻ പോവാണ്. സിറ്റ് ഔട്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. കാരണം അവിടെ അങ്ങനെ അത്ര വലിയ ഇതൊന്നും ഇല്ല. കാരണം ഡെയിലി അവിടെ ക്ലീൻ ചെയ്ത് പോകണതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിങ്ങൾ കാണാത്തൊരു അതിഥി ഇവിടെ കിടക്കണുണ്ട്. ഞാൻ പുതിയത് വാങ്ങിയതാണ് കേട്ടോ, ഈ സ്വിങ്. കുട്ടികൾക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാളെ കിടന്ന് പറയണം. അപ്പോൾ പിന്നെ ആ സ്വിങ് അങ്ങനെ വാങ്ങിച്ച് കിട്ടിയപ്പോൾ നല്ല സുഖമുണ്ട്. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയവർക്ക് ഇത് നല്ല സൂപ്പറായിട്ട് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കാം. പക്ഷേ കുറച്ചുകൂടി താഴ്ത്തിയിടണം, കാരണം അതിലേക്ക് ചാടി കയറിയിരിക്കണം. അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചേട്ടൻ വന്നിട്ട് വേണം അതിനെ കുറച്ചുകൂടി താഴ്ത്താനായിട്ട്. താഴ്ന്നിരുന്ന് ആടുന്നതല്ലേ നല്ലത്. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ബക്കറ്റും കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഒന്ന് തുടയ്ക്കാമെന്ന് ചോദിച്ചു. നമ്മുടെ TV-യിൽ മാമ്പഴക്കാലം സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ്. എപ്പോൾ വന്നാലും ഞാനിത് വെച്ചുകൊണ്ടിരിക്കും. തന്നെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ TV അല്ലെങ്കിൽ പാട്ട് ഉറക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാറ്. മൊത്തത്തിൽ പാട്ടായിരിക്കും വെക്കാറ്. കാരണം USB-യിൽ കുറേ വീഡിയോ സോങ്സ് ഏട്ടൻ ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് പോയിട്ടുണ്ട്. പഴയ നമ്മുടെ AR റഹ്മാൻ ഹിറ്റ്സൊക്കെ അതൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഓരോ പണികൾ ചെയ്യും. നല്ല രസമല്ലേ? അപ്പം അപ്പുറത്തുള്ളവരൊക്കെ ചോദിക്കും ഇതൊന്നും എവിടെ നിന്ന് ഈ പാട്ടുകൾ നിന്ന്. ഏട്ടനെ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്ന് വെച്ചേക്കണതാ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ തോട്ടയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഷീറ്റൊക്കെ വിരിച്ച് വീട് ഞാൻ കുട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ വീട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. ഇത് തന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരും അങ്ങനെ വലിയ അലങ്കോലാക്കി ഇടില്ലെങ്കിലും അത്യാവശ്യം നല്ല നീറ്റിലൊക്കെ അവരും കൊണ്ടുപോയി നടക്കും. എല്ലാ പണികളും കഴിഞ്ഞ് വീട് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആവാമല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് മാത്രമേ എണ്ണ ഇടുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ മറ്റേ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ മാറ്റൊക്കെ ഒന്ന് വിരിച്ചു. ആ മാറ്റൊക്കെ കീറി തുടങ്ങി, വേറെ മേടിക്കണം. ഇനി പിള്ളേരതൊക്കെ നമുക്ക് വെട്ടി പറിച്ച് കൊളാക്കി വെച്ചേക്കാം. അപ്പോൾ ഇനി അതൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി. അങ്ങനെ കുളിയും കഴിഞ്ഞ് വന്ന് പിന്നെ ഒന്ന് സുഗന്ധം പരത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് 12 മണിയായി. അപ്പോൾ ഒരു ചന്ദനത്തിരിയും കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ചോറുണ്ണണം, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ വേറെ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസിലൂടെ വീണ്ടും നമുക്ക് കാണാം. എൻ്റെ ഈവനിങ് ടൈം, മോർണിംഗ് ടൈം അതൊക്കെയല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.